الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. وقال تعالى في كلامه العزيز: ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെയധികം ആളുകൾ ഗവൺമെന്റ് സർവീസിൽ പോകുന്നവരല്ലാത്ത പ്രൈവറ്റ് സർവീസിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ, മിക്കവാറും ആളുകൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ അടുത്ത ദിവസം മുതൽ പോയി തുടങ്ങുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവിന്റെ ഹറമിലേക്ക് യാത്ര തിരിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഈ മഹല്ലത്തിൽ നിന്നുമൊക്കെ നമ്മുടെ സഹോദരന്മാർ പോകാനിരിക്കുകയാണ്. ചിലരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം വളരെ മനോഹരമായി, വളരെ ആത്മാർത്ഥമായി, വളരെ സംതൃപ്തമായി, ലക്ഷങ്ങളുടെ ഇടയിൽ അവർ ചെന്നുപെട്ടാലും എല്ലാം അവർക്ക് തുറന്നു കിട്ടിയതുപോലെ വളരെ തൃപ്തികരമായ രൂപത്തിൽ ഈ അമലുകൾ ചെയ്ത് തിരിച്ചെത്തുവാൻ അല്ലാഹു തആല അവർക്ക് എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഹജ്ജ് എന്നത് നമ്മുടെ വലിയ അഭിലാഷത്തിന്റെ സാക്ഷാത്കാരമാണ്. മുഅ്മിനായ വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരായിരുന്നാലും അല്ലാഹുവിന്റെ ഹറമുകളിലേക്ക് എത്തുക എന്നത് ഏത് വിശ്വാസിയുടെയും വളരെ വലിയ ആത്മാർത്ഥമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൊതിയാണ് എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും. അങ്ങനെയാണ് നമ്മുടെ അനുഭവം. എന്തുകൊണ്ടാണ് അത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ ആത്മബന്ധങ്ങൾ? നമ്മുടെ അമലുകൾ എന്തർത്ഥമാണ് ആക്കുന്നത്? എന്തർത്ഥമാണ് നമ്മുടെ അമലുകൾ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? ഹജ്ജിന് പോകുന്ന ഒരു വിശ്വാസി അവിടെ ചെയ്യുന്ന അമലുകൾ എന്ന് പറയുന്നത്, ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകൾ എന്ന് പറയുന്നത് ചില പ്രത്യേകമായ പ്രദേശങ്ങളിൽ അവർ ചെന്നെത്തുക എന്നതാണ് പ്രധാനമായിട്ട്. ഏറ്റവും പ്രധാനമായി കഅബയുടെ മുറ്റത്ത് അവർ ചെന്നെത്തുക, കഅബ അവർ കാണുക. കഅബ കണ്ടാൽ പിന്നെ അവരെന്ത് ചെയ്യണം എന്ന് അല്ലാഹു തീരുമാനിച്ചു. കഅബ കണ്ടാൽ ആ കഅബയ്ക്ക് ചുറ്റും അവർ, സാധാരണ നമ്മൾ പറയാറുള്ളത് വലം വെക്കുക എന്നാണ് ഒരു സംഗതി. ഇത് ഇടം വെക്കുക. കഅബയെ ഇടതുവശത്താക്കിയിട്ട് ചുറ്റുക. അത് പല രൂപത്തിലുണ്ട്, പല മാനത്തിലുണ്ട്. അതിന് തവാഫ് എന്ന് നമ്മൾ പറയും. സുന്നത്തായ തവാഫുണ്ട്, ഹജ്ജിന്റെ റുക്നിൽപ്പെട്ട തവാഫുണ്ട്, അതുപോലെ തന്നെ ഉംറയുടെ തവാഫുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ സുന്നത്തായ തവാഫ് നേർച്ചയാക്കി തവാഫ് ചെയ്യാം. ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് നേരെ മക്കയിലേക്കാണ് എത്തുന്നതെങ്കിൽ ഖുദൂമിന്റെ തവാഫ് എന്ന ഒരു തവാഫുണ്ട്. ആ തവാഫിന് ശേഷം ഹജ്ജിന്റെ സഅയ് ചെയ്യാം. വിശദമായ അമലുകളിലേക്കൊന്നും പ്രവേശിക്കുകയില്ല. ഇവിടെയെല്ലാം ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗേഹത്തെ തന്റെ ഇടതുവശത്താക്കിയിട്ട്
ഒരു തവാഫ് എന്ന് പറയുന്നത് പൂർത്തിയാക്കാൻ 7 പ്രാവശ്യം അതിനെ വുളുഓടുകൂടി പുരുഷനും സ്ത്രീക്കും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഔറത്ത് പൂർണ്ണമായും മറച്ച് പൂർണ്ണമായ ശുദ്ധിയോടുകൂടി അത് നിർവഹിക്കുക എന്നതാണ്. സത്യത്തിൽ കഅബാലയത്തിലേക്ക് എത്തിപ്പെട്ട ഒരു മനുഷ്യൻ കഅബയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവാണത്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് ആ കഅബയുടെ ചുറ്റും പണിത് വച്ചിരിക്കുന്ന, എല്ലാവർക്കും അറിയാം, പോകാത്തവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങൾ പോലെയല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹജ്ജ് ക്ലാസ് ഉംറയുടെ ക്ലാസ്സും ഒക്കെ കഅബ പണിത് ഹിജ്റ ഇസ്മായിലൊക്കെ ഇങ്ങനെ വളച്ച് ഉണ്ടാക്കി വെച്ച് ആളുകളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പിന്നെ അത് CD-യിലാക്കി. ഇപ്പം അതൊന്നും വേണ്ട, എല്ലാവരുടെയും മനസ്സിൽ ആ ചിത്രമുണ്ട്. അതുകൊണ്ട് അതൊന്നും കൊണ്ടുപോയി പ്രതീകാത്മകമായി ഇത് പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ജനലക്ഷങ്ങളെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് ഈ പരിശുദ്ധമായ കഅബയിലേക്ക്. ആ കഅബയ്ക്ക് ചുറ്റുമുള്ള മസ്ജിദാണ് മസ്ജിദുൽ ഹറം. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞു, ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ മുഴുവൻ പള്ളികളുടെയും സഫ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ നടുവിൽ ഒരു കുറ്റിയടിച്ചിട്ട് നിശ്ചിത അകലത്തിൽ വളയം വരച്ചാൽ വൃത്തം വരച്ചാൽ ആ വൃത്തം ദൂരോട്ട് നീങ്ങി പോകുന്തോറും അതിൻ്റെ ഒരു കഷണം ഇങ്ങ് മുറിച്ചെടുത്താൽ അതൊരു വൃത്തത്തിന്റെ ചാപം, ആർക്ക് എന്ന് പറയും. ആണ് എന്ന് നമുക്ക് തോന്നില്ല. ഇതൊക്കെ അങ്ങനെയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള ആ വൃത്തത്തിന്റെ ഒരംശമാണ് ലോകത്തുള്ള പള്ളികൾ മുഴുവനും. ആ ഒരു കേന്ദ്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് അതിനെ ഇങ്ങനെ ചുറ്റാൻ പറയാം. ആ ചുറ്റലിൽ എന്തെങ്കിലും ഒരർത്ഥം നമ്മൾ കാണണ്ടേ? ഒരർത്ഥം, ആന്തരികമായ ഒരർത്ഥം ആ ചുറ്റലിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് അനുഭൂതിയാണ് അവിടെ പോയാൽ ഉണ്ടാകുക? ഏറ്റവും പ്രധാനമായിട്ട് അതാണ് കഅബാലയം. കഅബാലയത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബൈത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. മസ്ജിദുൽ ഹറാമിനെ മസ്ജിദുൽ ഹറാം എന്ന് വേറെ വിശേഷിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഈ ബൈത്ത്, നമുക്കറിയാം ഇസ്ലാമിൽ ബിംബവൽക്കരണം, പ്രതീകാത്മകമായി ബിംബവൽക്കരിച്ച ഏതെങ്കിലും അല്ലാഹുവിന്റെ പ്രതിരൂപമായി ഒന്നിനെ അവരോധിച്ചിട്ട് അതിനെ വണങ്ങുന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല എന്ന് മാത്രമല്ല, അത് നിഷിദ്ധമാണ്, അത് കുഫ്റാണ്, അത് ശിർക്കാണ്, പലതരത്തിൽ മതഭ്രാംശം ഉണ്ടാക്കി വെക്കുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോഴൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗേഹമെന്ന് പടച്ചതമ്പുരാൻ പേരിട്ട് വിളിച്ച് പടച്ചതമ്പുരാൻ മലക്കുകളെ കൊണ്ട് തന്നെ ഈ ഭൂമുഖത്ത് ആദ്യമായി പണി കഴിപ്പിച്ച പരിശുദ്ധമായ ഒരു ഗേഹം അവിടെ ഉണ്ട്, കഅബ എന്ന് പറയുന്നത്. അതിന്റെ തെക്ക് കിഴക്ക് കോർണറിൽ വിശുദ്ധമായ സ്വർഗത്തിലെ ഒരു കല്ല്, അതിന് കഷണങ്ങളാണ്, ആ കഷണങ്ങൾ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുറ്റത്ത് മഖാം ഇബ്രാഹിം എന്നറിയപ്പെടുന്നതും ഖുർആനിൽ അല്ലാഹു തആല പേരിട്ട് വിളിച്ചതും, നിങ്ങൾ തവാഫ് കഴിഞ്ഞാലുള്ള നിങ്ങളുടെ നിസ്കാരം കേന്ദ്രീകരിക്കേണ്ടത് അങ്ങോട്ടാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്ന് അല്ലാഹു പറഞ്ഞതുമായ കർശനം എന്ന് പറഞ്ഞാൽ വാജിബ് എന്നുള്ള നിലയ്ക്കല്ല, സ്പഷ്ടമായ, വാക്ക് മാറ്റിക്കോ, സ്പഷ്ടമായ നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. ഞാൻ ചില സംഗതികൾ സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദം പതിഞ്ഞ അടയാളമുള്ള കല്ല്, ഒരു നബിയുടെ പാദം പതിഞ്ഞ അടയാളമുള്ള ഒരു കല്ലിനെ ചരിത്രത്തിന്റെ തിരുശേഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞകാല ഇമാമുകളുടെ, പണ്ഡിതന്മാരുടെ, നബിമാരുടെ, ഈ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള വിശുദ്ധ പുരുഷന്മാരുടെ എന്തെങ്കിലും ഒരു ആസാറ്, എന്തെങ്കിലും ഒരു അടയാളം, അതിനെ ബഹുമാന പുരസരം നമ്മൾ കാണുന്നതോ, ബഹുമാന പുരസരം നമ്മൾ അതിനെ സമീപിക്കുന്നതോ, അത് അല്ലാഹുവിനോടുള്ള ആദരവ് മറിച്ച് വേറെ ഏതോ കോണിലേക്ക് നൽകുകയാണ്. അതുകൊണ്ടത് പാടില്ല എന്ന് ലോകത്തുനിന്ന് പരക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് പറയുന്ന
ഒരു പ്രത്യേക തരം ആശയം ഉൾക്കൊള്ളുന്ന ഭരണകൂടമാണ് സൗദി അറേബ്യയിലുള്ളത്. ഈ ഒരു കാര്യം മാത്രമാണ് അവരവിടെ അംഗീകരിച്ചു വെച്ചേക്കുന്നത്. അതവർക്ക് അംഗീകരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം. ആയത്തിങ്ങനെ നീണ്ടുപോകും. അല്ലാഹുവിന് ആരാധിക്കപ്പെടാൻ വേണ്ടി ഈ ലോകത്ത് ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ടതാണ് കഅബ. അത് ഹുദല്ലിൽ ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ. അത് ബറക്കത്തുള്ളതാണ്. ബറക്കത്തൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു പോയതാണ്. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അവിടെ സുസ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഏതിലെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന തെളിവുകൾ. നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തേണ്ടത്? നമ്മുടെ പരമോന്നത ലക്ഷ്യം എന്താണ്? ആൾക്കാർ പറയും സ്വർഗമാണ്. സ്വർഗത്തിലെത്തിയാലും അതിന്റെ ഏറ്റവും എക്സ്ട്രീം എൻഡ് എന്താണ്? അല്ലാഹുവിന്റെ ലിഖാ. മങ്കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിന്റെ തിരുലിഖാ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, സ്വാലിഹായ അമലുകൾ ചെയ്യണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരും മുശ്രിക്കായി പോകരുത് എന്ന് പറഞ്ഞാൽ ബിംബാരാധകരോ അള്ളാഹു അല്ലാത്ത വേറെ ഇലാഹിനെ വിശ്വസിക്കുന്നവരോ ആകരുതെന്നല്ല പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണ് ഒരു ലോജിക്കോടെ കിട്ടൂല. അള്ളാഹു അല്ലാത്ത ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ റിയാ എന്ന് പറയില്ല. അള്ളാഹു അല്ലാത്തതിന്റെ ഒരു താല്പര്യം മനസ്സിൽ വെച്ചിട്ട് ഒരു ഇബാദത്ത് ചെയ്യരുത്. ഉദാഹരണമായിട്ട് സുന്നത്ത് കുറെ നിക്കരിക്കുകയാണ്, ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിക്കുക, അത് റിയാ, ലോകമാന്യം എന്ന് പറയും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകരുത്. ശരിയായ ഖലാസ് ഉണ്ടാവുള്ളൂ. അതിനും ഷിർക്കെന്ന് പറയും. ആ ഷിർക്കാണ് അവിടെ ഉദ്ദേശിച്ചത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ പരമോന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്കെത്തലാണ് സ്വർഗത്തിൽ. അങ്ങനെ ആണ്, അത് എത്തുമെന്നുള്ളതിന്റെ തെളിവാണ് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു സമ്മാനിച്ച ലിഖാ. കാരണം ആ ലിഖായിലേക്കാണ് നബി തങ്ങൾ നമ്മളെ വിളിക്കുന്നത്. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പ്രയാണം നടത്താനാണ് ഖുർആനിൽ പറഞ്ഞത്. ആ പ്രയാണം ശാരീരികമായ പ്രയാണമല്ല, ആദർശം കൊണ്ടുള്ള ആത്മീയമായ പ്രയാണമാണ്. ആ പ്രയാണത്തിലൂടെ ഒരാൾ എത്തുമെന്നത് കൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിലേക്ക് പ്രയാണം ചെയ്യാൻ പറഞ്ഞത്. ആ അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ അറിവിന്റെ വട്ടത്തിൽ നമുക്കാകുന്നത് പോലെയുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യം ദൃഢമാകണം. അത് ദൃഢമാകുന്നതിന് നമ്മളെ സഹായിക്കുന്ന തെളിവുകൾക്കാണ് അല്ലാഹു ആയാത്ത് എന്ന് പറയുന്നത്. ആരെങ്കിലും കഅബയിൽ ചെന്നാൽ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽപ്പെട്ട എടുത്ത് പറയേണ്ട ഒന്നാണ് മഖാമു ഇബ്രാഹീം എന്നാണ് പറയണത്. ഒരു നബിയുടെ കാല് കല്ലിൽ കുഴിച്ച് അടയാളം വെച്ചിട്ട് അത് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു വരുമ്പോ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഈ കോലാഹലങ്ങളും കലഹങ്ങളും ഒക്കെ നമ്മൾ തൗഹീദിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാക്കണതെന്ന് ആലോചിച്ചാൽ ഒരർത്ഥം ഉണ്ടാവില്ല ഈ ആ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്. അങ്ങോട്ട് നമ്മൾ സമയമുണ്ടെങ്കിൽ എല്ലാം അവിടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം. സഹോദരന്മാരെ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് മഖാം ഇബ്രാഹീം. ഇന്നർ റുക്ന വൽ മഖാമ യാഖൂതതാൻ മിൻ യവാഖീതിൽ ജന്നത്തി ഫലൗലാ അന്നല്ലാഹ തമസ നൂറഹുമാ ലഅളാഅതാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഔ കമാ ഖാല റസൂലുള്ളാഹി. സാന്ദർഭികമായി ഓർത്തുപോയി നോക്കി വെച്ചു എന്ന് പറഞ്ഞല്ല, അപ്പൊ ഒന്നൊരു വാക്ക് കൂട്ടണം. ഇന്നർ റുക്ന വൽ മഖാമ, ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹീമിന്റെ കല്ലും സ്വർഗത്തിലെ പവിഴങ്ങളിൽപ്പെട്ടതായിരുന്നു. അത് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ ഒരു അസ്തിത്വത്തിൽപ്പെട്ട ഒരു സാധനം ഭൂമിയിലേക്ക് വരുമ്പോ ഭൂമിയുടെ ഭാഗമായി അതിന് മാറണമെങ്കിൽ അതിന്റെ ഗ്രേഡ് കുറയണം. ഗ്രേഡ് കുറച്ചിട്ടാണ് അല്ലാഹ് ഇറക്കിയത്. അല്ലെങ്കിൽ അത് ഭൂമിയുമായിട്ട് യോജിക്കൂല. ഒരാള് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഗ്രേഡ് കൂടിയിട്ടേ പോകുള്ളൂ. പറഞ്ഞു പോയ വിഷയങ്ങൾ ഒരുപാട് മാറിപ്പോകും.
ഫലൗലാ അന്നല്ലാഹ തമസ നൂറഹുമാ. ഈ രണ്ട് കല്ലുകളുടെയും നൂറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മന്ദീഭവിപ്പിച്ച് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മയപ്പെടുത്തി. അതിനെ എന്താണ്, വെളിച്ചത്തെ അല്ലാഹു ഭൂമിക്ക് പരുവപ്പെട്ട് കെടുത്തിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയില് സൂര്യൻ അസ്തമിച്ചാലും വെളിച്ചം പോകുമായിരുന്നില്ല. മശ്രിഖ് മഗ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ? മശ്രിഖ് മഗ്രിബ് എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധവൃത്താകൃതിയിൽ 180 ഡിഗ്രിയിൽ നിൽക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് കിഴക്കോട്ട് 90 ഡിഗ്രിയും പടിഞ്ഞാട്ട് 90 ഡിഗ്രിയും വെച്ചാൽ ആ അർദ്ധവൃത്തത്തിന്റെ ഉള്ളിൽ പെടുന്നതാണ്. അതിന്റെ അങ്ങേതല മശ്രിഖും ഇങ്ങേതല മഗ്രിബുമാണ്. അതിന്റെ നടുവില് ഒരു സംഗതി വെച്ചാൽ, ഈ പറയുന്ന കല്ല് വെച്ചാൽ ഈ 180 ഡിഗ്രി ഭൂമിയുടെ അർദ്ധവൃത്തത്തിൽ, ആ ഹജറുൽ അസ്വദ് ഇരിക്കുന്ന മക്കാം ഇബ്രാഹിം ഇരിക്കുന്ന അർദ്ധവൃത്തത്തിൽ സൂര്യാസ്തമയം എന്നൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സ്വർഗത്തിൽ അതിന്റെ സ്ഥിതിക്ക് അത് ഭൂമിയിൽ ഇരുന്നിരുന്നെങ്കിൽ സ്വർഗത്തിലെ സ്ഥിതി മാറ്റിയിട്ട് നാം അതിന്റെ പ്രകാശം കെടുത്തിക്കളഞ്ഞു, ഭൂമിയോട് യോജിക്കട്ടെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഏതാണ്ട് ശരിയായോണ്ട് സഹോദരന്മാരെ, എന്നിട്ട് അല്ലാഹു വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്റെ ബൈത്തിനെ നിങ്ങൾ ചുറ്റാൻ പറഞ്ഞു. ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞ കല്ലിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണം. ആ നിസ്കാരം ഇബ്രാഹിം നബിക്കാണോ? അല്ല. ആ നിസ്കാരം ആ കല്ലിലേക്കാണോ? അല്ല. എന്നാലും ആ കല്ലതിന്റെ ഇടയിൽ വന്നു. നിങ്ങൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ അവിടെയുണ്ട്. ഒരു നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ലിലേക്ക് നിങ്ങളുടെ മുസല്ലയായി നിസ്കാരത്തെ കേന്ദ്രീകരിക്കുന്ന ഭാഗമായി നിങ്ങൾ നിസ്കരിച്ചു കൊള്ളണം എന്ന് ഒരു വ്യാഖ്യാനം മറുവ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മക്ബറയിലേക്ക് പോകുന്നവരെ, തിരുകേശം സൂക്ഷിച്ചവരെ, മരിച്ചുപോയവരുടെ ആസാറുകൾ സൂക്ഷിച്ചവരെ, അതുകൊണ്ട് ശിർക്ക് ചെയ്തവരെ എന്നെല്ലാം വിളിച്ചു പറഞ്ഞ് മുഅ്മിനീങ്ങളെ മുശ്രിക്കീങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ആയത്ത് ഖുർആനിലില്ലാതെ ഏതെങ്കിലും ഒരു വ്യാഖ്യാന പ്രകാരമാണ് നമ്മൾ ഹജ്ജിന് പോയവരോട് ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ കല്ലിലേക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന ആളുകൾ പറയുമായിരുന്നില്ല, എന്തുമല്ലാത്ത ശിർക്കും വർത്തമാനമാണ്. ഒരു നബിയുടെ കാല് പതിഞ്ഞ കല്ലിന് ഇങ്ങനെ മാനിക്കാൻ പറ്റുമോ? അത് അള്ളാഹുവിനോടുള്ള ബഹുമാനായി പോലെ സുജൂദ് അങ്ങോട്ടല്ലേ എന്നൊക്കെ ചോദിച്ചേനെ. അത് നിർവാഹമല്ലാതെ അല്ലാഹു മിൻ മഖാം ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞുപോയി. പിന്നെ എന്തിനാ തല്ലുംപിടിയും കുറഞ്ഞത്? എന്താണിത് സഹോദരന്മാരെ? അത് കഴിഞ്ഞാൽ അല്ലാഹു തആല നബിതങ്ങൾ പറഞ്ഞു, സംസം വെള്ളം കുടിച്ചോ, കുടിക്കണം, എപ്പോഴും കുടിക്കാം. ഇതും വല്ലാത്ത ദൃഷ്ടാന്തമാണ്. ഉപ്പില്ലാത്ത വെള്ളം കിട്ടാത്ത ഭൂമിയിലാത്ത ആ മഹാരാജ്യത്തിന്റെ മുഴുവൻ വെള്ളവും അവിടെ കേന്ദ്രീകരിച്ചതുപോലെ അത്ഭുതമല്ലേ? ഇതൊന്നും മുസ്ലിമിന്റെ കയ്യിലല്ലാത്ത മറ്റൊരു കേന്ദ്രത്തിന്റെ കയ്യിലാണ് ഇതിരുന്നതെങ്കിൽ ഇതേക്കുറിച്ചുള്ള സംസാരം സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞു നിൽക്കുമായിരുന്നില്ലേ? അതും കഴിഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ സഫയിലേക്ക്, നിങ്ങൾ പൊയ്ക്കോ മറുവയിലേക്ക്. എന്താണ് ഈ സഫയും മറുവയും എന്ന് പറയുന്നത്? അല്ലാഹു തആല പേരെടുത്തു പറഞ്ഞ 2 പാറക്കൂട്ടങ്ങളാണ്. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 2 പാറക്കൂട്ടങ്ങളാണ് സഫയും മറുവയും. എന്തിനാത്? എന്തപ്പന് മനോഹാരിത ഉള്ളത്? നമ്മുടെ ഈ പോയാലി മലയിൽ പോയിട്ട് കീപ്പോട്ട് നോക്കിയാൽ ആ മലയ്ക്കുള്ള ഔന്നത്യത്തിന്റെയും ഒരു പാറയുടെയും പ്രകൃതിയുടെയും മനോഹാരിതയും ഒരു പക്ഷേ സഫയ്ക്കും മറുവയ്ക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഭൗതികമായ അർത്ഥത്തിൽ. അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ മൊയ്ലിയാര് കഴിഞ്ഞാൽ പ്രസംഗിച്ചതിന് നമ്മൾ വിമർശിച്ച് ഇവിടെ പ്രസംഗിച്ചായിരുന്നു. ആ രൂപത്തിൽ പറയല്ല, ഭൗതികമായ അർത്ഥത്തിൽ അല്ലാഹ് പറഞ്ഞു. പറഞ്ഞിട്ട് വേറെ പറയാണ്, അല്ലാഹ് വേറെ ഒന്നും പറഞ്ഞു, ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മറുവയും അല്ലാഹുവിന്റെ ദീനിന്റെ ശഈറത്തുകളിൽ, ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും ഇവിടെ
ഈ സഫയിലും മറവയിലും വന്ന് സഫയിൽ കയറി മറവയിലേക്കും, ആ മറവയിൽ കയറി സഫയിലേക്കും ഇങ്ങനെ 7 പ്രാവശ്യം നടന്നിട്ട് 7ാമത്തത് മറവയിൽ പൂർത്തിയാക്കിയിരിക്കണം. മാത്രമല്ല അത് ദീനിന്റെ ചിഹ്നങ്ങളാണ്. സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ 22ാമത്തെ അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, "ദാലിക വമൻ യുഅള്ളിമി ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്." അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആരെല്ലാം മാനിക്കുന്നുവോ അതാണ് തഖ്വയെന്ന് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറയുന്നു. ഈ 2 ആയത്തൊന്ന് കൂട്ടി വെച്ച്, "നസ്സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്." സഫയും മർവയും ദീനിന്റെ ചിഹ്നങ്ങളാണ്. 1ാമത്തെ ആയത്ത്. എ ബി 2ാമത്തെ ആയത്ത്, "ദാലിക വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്." ദീനിന്റെ ചിഹ്നങ്ങളെ മാനിച്ചാൽ അത് തഖ്വയാണ്. എ is equal to B, B is equal to C, then A is equal to C. അതെല്ലാം കളിയ കൂട്ടണതാണ്. സഫയും മറവയും ദീനിന്റെ ചിഹ്നമാണ്. ദീനിന്റെ ചിഹ്നങ്ങളെ മാനിച്ചാൽ അത് തഖ്വയാണ്. അപ്പൊ എന്ത് കിട്ടി? സഫയെയും മറവയെയും ബഹുമാനിച്ചാൽ അതാണ് തഖ്വ. എന്താണ് ഇപ്പൊ ഈ സഫയും മറവ എന്ന് പറഞ്ഞത്? അത് പാറയാണ്, മലയാണ്. അതിനെന്താ ചരിത്രത്തിൽ സ്ഥാനം ഉണ്ടായത്? അള്ളാഹ് അവിടെ അങ്ങ് വന്നോ? നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമല്ലോ മുസ്ലിമീങ്ങൾക്ക്. പിന്നെ ആരാണ് അവിടെ വന്നത്? അത് വന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ നിറം എന്തായിരുന്നു? കറുപ്പായിരുന്നു. ആ സ്ത്രീ ആരായിരുന്നു? സ്വതന്ത്രയായിരുന്നില്ല, അടിമയായിരുന്നു. ആ സ്ത്രീ അന്നാട്ടുകാരിയായിരുന്നോ? അല്ല, പരദേശിയായിരുന്നു. നാട്ടിൽപ്പെട്ടവനല്ലെങ്കിൽ എല്ലാപ്പോഴും ആൾക്കാർക്ക് ഒരു പുച്ഛല്ലേ, വെച്ചവിടുന്ന് ഞങ്ങൾ ഈ നാട്ടുകാരാ. വണ്ടി ഇങ്ങോട്ട് വന്ന് കുത്തിക്കയറ്റിയ ഒരു നാട്ടുകാരൻ ഒരു പരദേശിയുടെ വണ്ടിയിലേക്ക് നാട്ടുകാരൻ വണ്ടി കുത്തിക്കയറ്റിയാലും അവൻ ആകെ ഇടങ്ങാറായി നിൽക്കും. അവന്റെ വണ്ടിയിലേക്ക് നാട്ടുകാർ കൊണ്ട് കുത്തിക്കയറ്റിയതാ, ഇടങ്ങാറായി, ഭാര്യനെ കണ്ട് ആശുപത്രി പോയതാ. എന്നിട്ട് അവനവിടെ പൈസ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പോകണം. ഇവന്റെ സൈക്കിളിന്റെ ബഡ്ഗാർഡ് പൊട്ടിപ്പോയെന്ന്. കാരണം എന്താ? നാട്ടുകാരാണ്. നാട്ടുകാർക്ക് എല്ലാ സ്ഥലത്തും വിലയാ. അല്ലെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് അതേതാ ഇക്കാന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെ മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട്, ചില മഹല്ലുകളിലൊക്കെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 4, 5, 6 ദിവസമല്ല ജോലി. അപ്പൊ അവിടെ നിൽക്കുമ്പോ ആ ഇക്ക ഏതാ ഹാജിയാര് എന്ന് ചോദിക്കും. വല്ലോടത്തേക്കിടെ പോട്ടെ മുസ്ലിയാരെ, എങ്ങാണ്ടെന്ന് വന്ന് താമസിക്കുന്നതാ. ഈ നാട്ടിൽപ്പെട്ടവരൊന്നുമല്ല, പൊതുയോഗത്തിൽ സ്ഥാനമുള്ളവരോ ഇവിടെ കമ്മിറ്റിയിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ പറ്റുമവരോ ശരിയായ അംഗത്വമുള്ളവരോ അല്ല, മഞ്ഞക്കാർഡുകാരാ ഈ മഹല്ലിലെ. 25 കൊല്ലം അവനോട് വന്ന് താമസിക്കണു. വരുത്തന്നുള്ള പേര് നമ്മൾ മാറ്റി കൊടുത്തിട്ടില്ല. നമ്മൾ മറുനാട്ടുകാരെ അംഗീകരിക്കൂല. സഹോദരിയൊക്കെ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കും. ചെറിയ കാര്യമൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. മല കയറി വന്നവൻ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്തുള്ള ആൾക്കാരെല്ലാം മാറ്റി വെച്ചിട്ട് വലിയ ആള് കളിക്കുമ്പോ ഞങ്ങൾ നാട്ടുകാർ നോക്കിക്കോളാം എന്ന് പറച്ചില്. അതിനകത്ത് ചില പോയിന്റുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടന്ന് സമയം കവർന്നു പോവുകയല്ല. സഹോദരന്മാരെ, ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ പരദേശിയാണ്. അവര് കറുത്തവരാണ്. വെളുത്തവൻ ആടിയാല് ആട്ടാവോളോന്ന് ഇന്നും പരിഷ്കൃത സമൂഹത്തിൽ പറയുന്ന ഒരുപാട് ആളുകളില്ലേ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ കറുത്തവളാണ്. അക്കാലത്തെ സമ്പ്രദായം അനുസരിച്ച് സ്വതന്ത്ര പോലുമല്ല, അടിമ സ്ത്രീയാണ്, പെണ്ണാണ്, സ്ത്രീയാണ്. സ്ത്രീ ആയതുകൊണ്ട് മോശമായതുകൊണ്ടൊന്നും അല്ല. അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമായി ഇന്നും ആളുകളെ എണ്ണി പറയുന്ന 4 മാനദണ്ഡങ്ങളുടെയും അബ്സൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കയറി നിന്ന സഫയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കയറി നിന്ന മർവയും അല്ലാഹ് പറഞ്ഞു, മിൻ ശആഇരില്ലാഹ്, അള്ളാന്റെ ചിഹ്നമാണ്, മാനിച്ചോളണം, അതിനെ ബഹുമാനിച്ചോളണം. അതിലെന്തേ? ഹാജറ ബീവി കയറി. എന്നിട്ട് മാത്രമല്ല, ഹാജറ ബീവി നടന്നു അതിന്റെ ഇടയിലൂടെ ഓടി. അത് അന്ന് ഹാജറ ബീവിക്ക് ഓടേണ്ടി വന്നു. ഇടയിൽ ഒരു തടത്തിൽ വന്നപ്പോ ഇസ്മായിൽ നബിയെ ഇങ്ങനെ എത്തിപ്പാളി നോക്കിയാൽ സഫയിലും മറവയിലും വെച്ച് നോക്കിയാൽ കാണുമായിരുന്നു. അതിന്റെ തടത്തിൽ 2 കുന്നിറങ്ങിയിട്ട് തടത്തിലെത്തുമ്പോ കഅബയുടെ മുറ്റത്ത് കിടക്കുന്ന കുഞ്ഞിനെ കാണൂല. കാണാതെ വരുമ്പോ അവര് ഓട്ടം കൂട്ടും, സ്പീഡ് കൂട്ടും. ആ കൂട്ടിയ സ്ഥലത്താണ്ട് ഏകദേശ സ്ഥലത്താണ് ഇന്ന് പച്ച ലൈറ്റ് വെച്ചതും ആണുങ്ങൾ ഇന്ന് ഓടുന്നത്. അത് ആണുങ്ങൾക്ക് മാത്രമാക്കി അല്ലാഹു തആല ചുരുക്കി. എന്തിനാ പോടെ വേഗത കൂട്ടി? ആരാണ് അവിടെ വേഗത കൂട്ടിയത്? ആരെയാണ് പിൻപറ്റുന്നത്? ആരെയാണ് അനുധാവനം ചെയ്യുന്നത്? ഒരു സ്ത്രീയെ, ഒരു കറുത്തവളെ മോശക്കാരിയാക്കാൻ വേണ്ടി പറയല്ല. 4000 കൊല്ലം മുമ്പൊരു മഹിളാരത്നം കയറി നിന്ന മലയെ മാനിച്ചു കൊള്ളണം. 4000 കൊല്ലം മുമ്പൊരു മഹിളാരത്നം
ഓടിയ ഓട്ടം നിങ്ങൾ ഓടിക്കൊള്ളണം. അതിന് നിങ്ങൾ നിശ്ചിതമായ വേഷം പുരുഷന്മാര് ധരിച്ചു കൊള്ളണം. തനി തങ്കത്തിൽ ബാത്റൂമിന്റെ ടാപ്പുണ്ടാക്കിയ ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി എസ്കോർട്ടില്ലാതെ വന്നാൽ, സുരക്ഷാ ഭടന്മാരില്ലാതെ സഭയിലും മറുവയിലും വന്നാൽ, മത്താഫിൽ വന്നാൽ നമ്മൾ തിരിച്ചറിയൂല. കാരണം അവനൊരൊറ്റ തുണിയേ ഉള്ളൂ, ആ തുണി മൂട്ടിയിട്ടില്ല, അവനൊരു പുതയ്ക്കുന്ന തുണിയേ ഉള്ളൂ. കേരളക്കാരനെ അല്ലാഹു തആല അംഗീകരിച്ചതാണ്. ഈ ഭൂലോകത്ത് മൂട്ടാത്ത തുണി ഉടുക്കുന്ന, ഇസാർ ഉടുക്കുന്ന ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് കേരളക്കാരാണ്. തമിഴ്നാട്ടിൽ പോയാ തുണി ഉടുക്കും, മൂട്ടിയാ ഉടുക്കണത്. കേരളക്കാരന്റെ രീതിയാണ് അള്ളാഹു ഹജ്ജിൽ വെച്ചത്. നമ്മളെ എത്രയാ മാനിച്ചേക്കണെന്ന് നോക്കി. കേരളക്കാരന്റെ തുണി ഒറ്റ ഒരുത്തിന് തുണി കൊടുക്കാറുണ്ട് ഇവിടെ. ലാളിത്യത്തിന്റെ പ്രതീകമായ ആ ഒരൊറ്റ തുണിയും അണ്ടർവയർ പോലും ഇടാതെ ഒരു മേലാപ്പും ബ്രൂണൈ സുൽത്താൻ വന്നാൽ എസ്കോർട്ട് ഉണ്ടെങ്കിൽ തിരിച്ചറിയാം, അല്ലെങ്കിൽ തിരിച്ചറിയൂല. കടമ്പ കടക്കാതെ ആര് പോകുന്നടോ സ്വർഗത്തിലേക്ക്? അല്ലാഹു ചോദിക്കാൻ, കടമ്പ കടക്കണ്ടേ നിങ്ങൾക്ക്? എന്താ കടമ്പ കടക്കാത്തത്? ഞാനൊരു അർത്ഥം വെച്ചെന്നുള്ളൂ. പ്രയാസമുള്ള വഴികൾ, പ്രതിസന്ധികൾ തരണം ചെയ്യാതെ സ്വർഗത്തിലെത്തൂല. സ്വർഗത്തിലേക്ക് എത്താൻ തരണം ചെയ്യേണ്ട പ്രതിസന്ധി എന്താണ്? അല്ലാഹു പറഞ്ഞു, ഫക്കു റഖബത്തിൻ, അടിമയെ മോചിപ്പിക്കുക. ഔ യത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബത്തിൻ യതീമൻ ദാ മഖറബ. കുടുംബ ബന്ധമുള്ള യതീമുകളുണ്ടോ, അല്ലാത്ത യതീമുകളുണ്ടോ? ദാരിദ്ര്യവും വരൾച്ചയും അതുപോലെ തന്നെ ദുരിതങ്ങളുമുള്ള കാലഘട്ടത്തിൽ ആ യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഔ മിസ്കീനൻ ദാ മത്റബ. അല്ലാഹു പറയുന്നത്, മണ്ണ് പുരണ്ട ദാരിദ്ര്യത്തിന്റെ മനുഷ്യക്കോലങ്ങളെ ചേർത്തു പിടിക്കുക. ദാ മത്റബ, വല്ലാത്തൊരു പ്രയോഗമാണത്. ദാ മത്റബ, മണ്ണു പുരണ്ടവന്മാർ എന്ന് പറഞ്ഞാൽ കട്ടിലെ കിടക്കാൻ അവർക്ക് കട്ടിലില്ല, കട്ടില് മാറ്റിവെച്ചിട്ട് കിടക്കാൻ ശരിയായ വിരിപ്പുമില്ല. ചിലപ്പോഴൊക്കെ ശരീരത്തിൽ മണ്ണു പുരളും. അങ്ങനെ മണ്ണു പുരളുന്ന ലാളിത്യത്തിന്റെ മനുഷ്യജന്മങ്ങൾ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, മിനെ പോയിട്ട് നിങ്ങൾ മണ്ണിൽ കിടന്നോടാ, മിസ്കീൻ എന്താ മത്രബയ ഓർമ്മ വരാൻ. പക്ഷെ ഇന്ന് പരിഷ്കരിച്ചു. തമ്പില് ടെന്റില് AC ഉണ്ടാക്കി, നല്ല കാർപ്പറ്റുകൾ വിരിച്ചു. കാരണം സൗകര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ മാറിപ്പോവുകയാണ് സഹോദരന്മാരെ. ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണ്? എന്തിനാണ് അല്ലാഹു തആല വിളിച്ചത്? അല്ലാഹു ചില ഇടങ്ങളിലേക്കാണ് വിളിച്ചത് ഹജ്ജുകാരെ. ആ ഇടങ്ങളിൽ ചില പുരുഷന്മാരുടെ, ചില സ്ത്രീകളുടെ, ചില ചരിത്ര പുരുഷന്മാരുടെ കാൽ സ്പർശമുണ്ട്, പാദസ്പർശത്തിന്റെ അടയാളമുണ്ട്. ആ പാദസ്പർശം കൊണ്ട് ആ നാട് ചരിത്രപരമായി പുളകിതമാണ്. നിങ്ങൾ അങ്ങോട്ട് വരണം, ആ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ അങ്ങോട്ട് വരണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കണം. നിങ്ങൾ അങ്ങോട്ട് വരണം, അവിടുത്തെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കണം. നിങ്ങൾ അങ്ങോട്ട് വരണം, അടയാളം ഞാൻ കൊത്തിവെച്ചിട്ടുണ്ട് കല്ലിൽ, ആ കാൽപാദം നിങ്ങൾ കാണണം. നിങ്ങൾ അങ്ങോട്ട് വരണം, ഹാജറ ബീവി കയറിയതുപോലെ സഫയിലും മറുവയിലും കയറണം. നിങ്ങൾ അങ്ങോട്ട് വരണം, ഹാജറ ബീവി നടന്നതുപോലെ നടക്കണം. നിങ്ങളുടെ കുട്ടിക്ക് പാലില്ലാത്തത് കൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് അവിടെ ഓടേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും ആ ഓട്ടത്തിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിലും ആ ചുറ്റുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിലും മക്കാം ഇബ്രാഹിമിലേക്ക് നിസ്കരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? എന്തർത്ഥം പറയൂ? തൗഹീദിന്റെ ആളുകൾ പറയൂ, എന്തർത്ഥമുണ്ട്? സുന്നത്തും ബിദ്അത്തും പറഞ്ഞിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങളാണെന്ന് പറഞ്ഞ് പെരുമ്പാവൂരും കോതമംഗലത്തും വന്ന് ഈദ്ഗാഹ് ഉണ്ടാക്കി പെരുന്നാളില് കന്നാലി ചാണകത്തിന്റെ മുകളിൽ കാർപ്പറ്റിട്ട് നിസ്കരിക്കണവന്മാര് ഇതിനൊരു അർത്ഥം പറയണം. നിങ്ങൾ എന്തിനാ ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്തിനാ ആളുകളെ ഉംറയ്ക്ക് കൊണ്ടുപോകുന്നത്? അവിടെ പോയാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുന്നത്? കിട്ടും, ഞങ്ങൾക്ക് കിട്ടും. കാരണം ഞങ്ങൾ ചരിത്ര പുരുഷന്മാരെ ആദരിക്കും, അവരുടെ കാൽപ്പാടുകളെ ഞങ്ങൾ ആസാറുകൾ എന്നുള്ള നിലയിൽ ബഹുമാനിക്കും. അതിനാണ് അല്ലാഹു വിളിച്ചത്, അതിനാണ് അങ്ങോട്ട് നിസ്കരിക്കാൻ പറഞ്ഞത്, അതിനാണ് അല്ലാഹു സഫയിൽ കയറാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സഫയെയും മർവയെയും അല്ലാഹുവിന്റെ ചിഹ്നമാണെന്ന് പറഞ്ഞത്. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ദീനിന്റെ ചിഹ്നമാണെന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, അവിടെ തീർന്നോ? അറഫയിലേക്ക് പോകാൻ പറഞ്ഞു.
നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ ബീവിയും സന്ധിച്ച മല, മനുഷ്യനെ തിരിച്ചറിയുന്ന ഇർഫാനിന്റെ മഅരിഫത്തിന്റെ അറിവുണ്ടാകുന്ന അറഫ എന്ന് പറയുന്ന മല മാത്രമല്ല, അള്ളാഹു അറഫയാക്കി പ്രഖ്യാപിച്ച ഇടം. മനുഷ്യൻ തിരിച്ചറിയണം. നബി തങ്ങൾ ചോദിച്ചു, അറഫയിൽ നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഈ ദിവസം? സഹാബത്ത് പറഞ്ഞു അറിയാം. നിങ്ങൾക്കറിയുമോ ഈ മാസം? സഹാബത്ത് പറഞ്ഞു അറിയാം. നിങ്ങൾക്കറിയുമോ ഈ നാട്? സഹാബത്ത് പറഞ്ഞു അറിയാം. ഈ മൂന്നും പവിത്രമാണ്. ഇത് പരിശുദ്ധമായ മക്കയും പവിത്രമായ പ്രദേശവുമാണ്. ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ്. ഇത് പവിത്രമായ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം യൗമ അറഫ എന്നറിയപ്പെടുന്ന ഹജ്ജില്ലാത്ത ആളുകൾക്കൊക്കെ പ്രത്യേകമായ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ഈ ദിവസത്തിനും ഈ സ്ഥലത്തിനും ഈ മാസത്തിനും പവിത്രതയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 3 കാര്യങ്ങൾ പരസ്പരം പവിത്രതയുള്ളതാക്കി പ്രഖ്യാപിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ബൈനക്കും ഹറാം. നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ അസ്തിത്വം നിങ്ങൾ മാനിച്ചു കൊള്ളണം. ഒരാളുടെയും ചോര ഒടുക്കരുത്, ഒരാളുടെയും ജീവൻ എടുക്കരുത്, ഒരാളുടെയും അഭിമാനത്തിൽ കൈവയ്ക്കരുത്. മനുഷ്യനെ മാനിച്ചു കൊള്ളണം, അപരനെ മാനിച്ചു കൊള്ളണം. താനല്ലാത്തവനൊക്കെ കള്ളൻ എന്ന ചിന്താഗതി മാറ്റിക്കൊള്ളണം. താനല്ലാത്തവർക്കൊന്നും ഒരു വിവരമില്ല എന്ന് പറയുന്ന അന്ധക്കേടെന്ന് വിളിക്കുന്ന വിവരക്കേട് മാറ്റിക്കൊള്ളണം. മനുഷ്യനെ മാനിച്ചു കൊള്ളണം. അവന്റെ സ്വത്ത് കയ്യേറാൻ പാടില്ല. പച്ചക്കറി കടയിലും പലചരക്ക് കടയിലും ഉണക്കമീൻ കടയിലും പച്ച മത്സ്യക്കടയിലും ഇറച്ചിക്കടയിലുമായിട്ട് പച്ചരതി കടന്നുപോയിട്ട് വർഷങ്ങൾ ചോദിച്ച് നാണം കെട്ടപ്പോ കടക്കാരൻ എഴുതിത്തള്ളി എന്ന് നമ്മൾ വിശ്വസിച്ചു പോയ ആ ലക്ഷങ്ങളുണ്ടല്ലോ. 35-40 കൊല്ലമായി ഒരു ടൗണിൽ പലചരക്ക് നടത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കടകളൊക്കെ നടത്തുന്ന ആളുകളോട് ചോദിക്കണം, കിട്ടാക്കുറ്റി എത്രയുണ്ട്? അവര് പറയും ലക്ഷങ്ങൾ. ജീവിതത്തിൽ ഇതുവരെ അധ്വാനിച്ചതൊക്കെ വൃഥാവിലായി പോയി. ആളുകൾ കൊണ്ടുപോയി ഞന്നേക്കാൻ. മുസ്ലിമീങ്ങൾ മിക്കവാറും കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. ഹജ്ജിന് പോകുന്നവരും ഉണ്ടാകാം, ഉംറയ്ക്ക് പോകുന്നവരും ഉണ്ടാകാം, പോകാത്തവരും ഉണ്ടാകാം. സഹോദരന്മാരെ, ആർക്കും ആരുടെയും ധനം അങ്ങനെ അവകാശപ്പെടുത്താവുന്നതല്ല. പൊരുത്തപ്പെട്ട് കൊടുക്കാതെ അത് അവകാശപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യനെ മാനിക്കാത്ത, അവന്റെ സമ്പത്തിനെ ബഹുമാനിക്കാത്ത, അവന്റെ അഭിമാനത്തെ ബഹുമാനിക്കാത്ത നിങ്ങളുടെ ജാഹിലിയത്തിന്റെ മുഴുവൻ സംസ്കാരങ്ങളും ഉണ്ടല്ലോ. അലാ കുല്ലു അംജിൻ മിൻ ഉമൂരിൽ ജാഹിലിയത്തി മൗദൂഉ തഹത ഖദമയ്യ ഹാതൈൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഞാൻ നിങ്ങളുടെ ഇത്തരം ജാഹിലിയത്തിന്റെ സംസ്കാരങ്ങളെ എന്റെ കാൽ ചുവട്ടിൽ ഞാനിത് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. ഇനി ആരും അത് കിള്ളിപ്പൊക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരന്മാരെ, അറഫയിലേക്ക് വിളിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, മശ്അറുൽ ഹറാം വഴി കടന്നു പോകണം. മുസ്ദലിഫയിൽ രാത്രിയിൽ നിങ്ങളൊന്നും തങ്ങണം. എന്നിട്ട് നിങ്ങൾ മിനയിൽ പോകണം. മിനയിൽ ഹജ്ജിന് വരുന്നവര് 8ാമത്തെ ദുൽഹിജ്ജ 8ാമത്തെ ദിവസം 5 വഖത്ത് നിസ്കാരം മിനയിൽ നിസ്കരിക്കണം. തർത്തീബിലൊക്കെ ചില സമയങ്ങളൊക്കെ നേരത്തെ അഡ്വാൻസ് അധികം ലക്ഷങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. നിങ്ങൾ പിന്നെയും മിനയിലേക്ക് വരണം. ആ മിനയിൽ നിങ്ങൾ ജംറയിൽ എറിയണം. ആ മിനയിൽ ദുൽഹിജ്ജ 11-നും 12-നും 13-നും നിങ്ങൾ താമസിക്കണം. എന്തിന്? എന്ത് മനോഹാരിതയാണ് ആ പാറ ഇടുക്കുകൾക്കോ ആ മരുഭൂ പ്രദേശത്തിനോ ഉള്ളത്. അവിടെ ഒരു ചെറിയ നേർച്ചക്കുറ്റി, നമ്മുടെ നാട്ടിലെ ഒരു നേർച്ചക്കുറ്റി പോലെ മസ്ജിദുൽ ഹൈഫിന്റെ അങ്ങേ തലയിൽ ആ മലയിടുക്കിൽ ഒരു നേർച്ചക്കുറ്റി പോലെ ഒരു സ്ഥലം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ സ്ഥലം എന്നറിയാമോ? അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിടത്തി അറുത്ത സ്ഥലം. ആ ചരിത്രമാർക്കാൻ നിങ്ങളോട് പോകാൻ പറഞ്ഞു. അഥവാ മുൻഗാമികളും ചരിത്ര പുരുഷന്മാരും നമുക്ക് സമ്മാനിച്ചു പോയ, അവർ കാൽ ചവിട്ടി കടന്നുപോയ, പാദസ്പർശം കൊണ്ട് പുളകിതമായ ആ ചരിത്രത്തിന്റെ മണ്ണുകളെ അവരെ ചാണോട് ചാണും മുഴത്തോട് മുഴവും പിൻപറ്റിൽ മാത്രമാണ് ദീന് എന്ന് മനസ്സിലാക്കി തരാനാണ് അല്ലാഹു തആല ഇടങ്ങളിലൂടെ കൊണ്ടുപോയത്. അല്ലാതെ സുജൂദിൽ കിടക്കുന്നത് പോലെ വലിയൊരു അർത്ഥമൊന്നും നമുക്ക് തോന്നൂല. സുജൂദിൽ കിടക്കുന്ന ഒരാള് സുജൂദിൽ കിടന്നാൽ നമുക്ക് വലിയ അർത്ഥം തോന്നും. എന്താ അർത്ഥം? നോന്റെ മുമ്പിൽ ഇങ്ങനെ ഏറ്റവും ഷറഫാക്കപ്പെട്ട മുഖം കുത്തിയിട്ട് നിൽക്കുകയാണ്. അതിനൊരു വലിയ വിധേയത്വം തോന്നും. ഈ നടക്കണോർത്ത് നമുക്കത് തോന്നൂല. പരിശുദ്ധമായ കഅബയുടെ ചുറ്റും വട്ടം നടന്നാൽ നമുക്കത് തോന്നില്ല.
സഫ മറവയുടെ ഇടയിൽ നീളം നടക്കുമ്പോൾ നമുക്ക് ആ നടത്തത്തിൽ പ്രത്യേകിച്ചൊന്നും തോന്നൂല. അറഫയിലേക്ക് പോകുമ്പോൾ ആ നടത്തത്തിലൊന്നും തോന്നൂല. മുസ്ദലിഫയിലേക്ക് വരുമ്പോൾ ആ മുസ്ദലിഫയിലെ നടത്തത്തിലൊന്നും തോന്നൂല. മിനയിൽ വരുമ്പോൾ ഈ തമ്പിൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോൾ എന്തിനാ ഇപ്പോൾ അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുന്നത്? അത് ഈ ചരിത്രത്തിലേക്ക് 4000 വർഷം മുമ്പുള്ള ഇബ്രാഹിം നബിയുടെ താജ്വജ്ജലമായ ജീവിതത്തിലേക്ക്, ആ കാൽപാദങ്ങളെ ബഹുമാനിക്കുന്ന വലിയ ഊർജത്തിലേക്ക്, വലിയ സന്ദേശത്തിലേക്ക്. അവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുത്തിട്ട് മുറിയാതിരുന്നപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയാണോ എന്ന് തോന്നിപ്പോയി കോപാക്രാന്തനായി നിന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക്, നിങ്ങൾ ആ കിടക്കുന്ന മിനയിൽ ആണ് അള്ളാഹു വലിയ ഒരുവിനെ, മഹത്തായ ഒരുവിനെ മകന് പകരം മറുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖേന കൊണ്ടുപോയി കൊടുത്തത്. ആ കൊടുത്തത് ഒരാടായിരുന്നു. ആദം നബിയുടെ 2 മക്കളിൽ ഒരാൾ അള്ളാഹുവിന് ഖുർബാൻ സമർപ്പിച്ചിട്ട് അള്ളാഹു തആല സ്വീകരിച്ച് അന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ ആടിനെയാണ് അള്ളാഹു സ്വർഗത്തിൽ സൂക്ഷിച്ച ആടിനെ തഫ്സീറുകളൊക്കെ പറയും. ആ ആടിനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തു വിട്ടത്. അത് നിങ്ങളാ കിടക്കുന്ന മസ്ജിദുൽ ഖൈഫിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ മിനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ആ ഇടമുണ്ട് സഹോദരന്മാരെ. ആ ചരിത്രത്തിലേക്കും ആ പാതാരബന്ധങ്ങളിലേക്കും ആ ചരിത്രത്തിന്റെ വലിയ ആസാറുകളിലേക്കും അങ്ങനെ ഇബ്രാഹിം നബി മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആ ആട് നമ്മൾ ഓർക്കുമ്പോൾ ആദം നബിയുടെ മക്കളിലേക്ക് നമ്മൾ പോകും. വത്തുലു അലൈഹിം നബഅ ബനി ആദമ ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖിരി. അല്ലാഹു പറയും ആദം നബിയുടെ 2 മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ആ കഥയിലേക്ക് കൂടി നമ്മൾ എത്തും. അങ്ങനെ ഇന്നലകളുടെ ത്യാഗോജ്വലമായ ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ ജീവിതത്തിൽ ചരിത്ര പുരുഷന്മാരെയും അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെയും മാനിച്ചുകൊണ്ട് പുതിയ ഒരാർജവവും ആവേശവും അനുഭൂതിയുമായിട്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഹജ്ജ് അനുഭവവേദ്യമാകുള്ളൂ. ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഈ വട്ടം ചുറ്റലിലും ഈ നീളം നടത്തത്തിലും വല്ല അർത്ഥവും മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ വലിയ ചരിത്രപരമായ ദൗത്യത്തിലേക്കാണ് അല്ലാഹു തആല നമ്മളെ വിളിക്കുന്നത്. പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മുടെ പ്രതിനിധികളായി പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ടവോളം വളരെ നിർവൃതിയോടുകൂടി തന്നെ അമലുകൾ ചെയ്ത് തിരിച്ചെത്താൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, വേണ്ടപ്പെട്ടവർക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.